അല്ല സമയത്ത് നീ ഇതെടുപ്പോന്നേ? നീ എന്തൊന്നും അറിയാത്ത പോലെ പറയുന്നത്. ഞാൻ ജോലിക്ക് പോകുന്ന എനിക്ക് അറിയില്ലേ? ജോലിക്ക് പോകുന്ന കാര്യമെല്ലാം അറിയാം. ഇവിടെ എത്ര പണിയുണ്ട്. ഇടാ കുഞ്ഞോട് ഉറങ്ങിണിച്ചിട്ട് വരില്ല. ഇനി അവരെ കാര്യം എല്ലാം നോക്കണം. എല്ലാം അലക്കാനുണ്ട്, ചോറും കറിയും വെക്കണം, ചായ ആക്കണം, എല്ലാം ആക്കണം. നീ 8 മണിക്ക് ഉറങ്ങണിക്കും, എന്നാട് ചായയും കുടിക്കും, കുളിക്കും, പോവും. ഇതന്നെയല്ലേ നിന്റെ പണി. ഞാൻ വലിയ പണി പറ്റി ഞാൻ എടുക്കണം. എനിക്കൊരു ഇത്ര മനോഹരത്തിന് പണിയില്ലേടാ. ചോറും കറി ആക്കണം, 2 അരക്കണം. ഇത് കിട്ടിയ സമയം കടന്നുറങ്ങും. ഇതല്ലേ എൻ്റെ പണി. ചോറും കറിയൊക്കെല്ലാം ഒരു പണിയല്ലേ? എത്ര പണിയുണ്ട്, എത്ര അലക്കാനുണ്ട്. ആ കുഞ്ഞിനെ തന്നെ കളിപ്പിക്കാണ്ടിങ്ങനെ ഒരുപാട് പണിയുണ്ട്. ഓളാണെങ്കിൽ ഒന്നും തിന്നുകയും ചെയ്യില്ല. പിട്ടോണം എന്നിട്ട് പിട്ടാക്കിയാൽ ദോശ വേണമെന്ന് പറയും. ദോശയാക്കി കൊടുക്കുമ്പോൾ ചപ്പാത്തി വേണമെന്ന്. അങ്ങനത്തെ കുഞ്ഞിനെല്ലാം ആക്കിയിട്ട് പോകുമ്പോൾ ഭയങ്കര ചൊറയല്ലേ? നിനക്കൊരു കാര്യം ചെയ്തൂടെ? കുഞ്ഞിൻ്റെ ആരെങ്കിലും നിനക്ക് നോക്കിക്കൂടെ? അമ്മക്കും കഴിയുന്നില്ല. കുഞ്ഞാണെങ്കിൽ ഉറങ്ങിണിച്ചിട്ടില്ല. അത് എത്ര അലക്കാനുണ്ട്. ഇതെല്ലാം അലക്കി തീരുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് നേരം വൈകും. അലക്കുന്നോട്ടത്തിൽ ഇതുകൂടി അലക്കിക്കോ. കൊണ്ടത് പറയാനില്ലത് ഞാനെടുത്ത് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ. അതിന് എനിക്ക് എടുത്ത ഭക്ഷണമൊന്നും വേണ്ടല്ല. എടുത്ത ഭക്ഷണമൊന്നും എനിക്ക് പിടിക്കൂലല്ല. ഏത് നേരം ഹോട്ടൽ ഭക്ഷണമല്ലേ? ഉച്ചക്കും ഹോട്ടൽ ഭക്ഷണം, വൈകുന്നേരവും ഹോട്ടൽ ഭക്ഷണം. രാത്രിയിൽ മാത്രമല്ലേ ഇടിയില്ലൂ. ഞാൻ ജോലി ചെയ്തിട്ടല്ലേ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഒരു മാസം സാലറി കിട്ടിയാൽ അതെല്ലാം ഭക്ഷണത്തിന് കൊടുക്കാനും ബാക്കി പൈസക്കെല്ലാം ഡ്രസ്സ് എടുക്കാനേ വരില്ലൂ. സ്വന്തം കുഞ്ഞില്ലേ, കുഞ്ഞിക്കൊരൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ലല്ലോ. അല്ല നിന്റെ കാര്യം മാത്രമല്ലേ നോക്കുന്നില്ലത്? ഏട്ടൻ കൊണ്ടുവന്ന് തിന്നിട്ടല്ലേ നീ ഇരിക്കുന്നത്. ഏട്ടൻ വരട്ടെ, ഞാനെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് 2 കൊള്ളിച്ചിട്ട് വാട്ടിക്കും. അല്ലെങ്കിലും നിന്റെ ഏട്ടൻ അങ്ങനെയല്ലേ? ഭാര്യ പറയുന്നത് കേൾക്കില്ലല്ലോ. അനിയത്തി പറയുന്നതല്ലേ വേദവാക്യം. നമ്മ ഇട്ട വെറും വേലക്കാരി മാത്രല്ലേ? ഞാൻ പോന്നേ. ഇവിടെ പുരാണം കേട്ടോണ്ടൊന്നും എനക്ക് ബസ്സൊന്നും കിട്ടൂല. ഞാൻ പോക്കടി.